ഭാര്യമാരുടെ കള്ളക്കളി സുപ്രീം കോടതി മനസ്സിലായെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇനി സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരുടെ അഗേൻസ്റ്റ് 498A കേസ് ഉടനെ പോയി FIR ചെയ്യാൻ പറ്റില്ല. ഇവരുടെയൊക്കെ വിചാരം കള്ളക്കേസാണെങ്കിലും കൂടുതൽ ഭാര്യമാർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ 498Aയിൽ ഇവരുടെ അഗേൻസ്റ്റ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത് FIR ഫയൽ ചെയ്ത് ഇവരെ ജയിലിനകത്ത് ആക്കാനുള്ള പരിപാടിയാണ്. ഇനി സുപ്രീം കോർട്ടിൻ്റെ പുതിയ ജഡ്ജ്മെൻറ്റ്, ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് അനുസരിച്ച് FIR ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് 2 months കൂളിംഗ് പീരീഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ അഗേൻസ്റ്റ് 498 ഫയൽ ചെയ്യുമ്പോൾ തന്നെ ഉടനെ അറസ്റ്റ് ഉണ്ടാവില്ല. ഈ കാര്യം ഇനി ഫാമിലി വെൽഫെയർ കമ്മിറ്റിയിൽ പോയിട്ട് ഈ കമ്മിറ്റി 2 വീട്ടുകാരോടും സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അവരൊരു റിപ്പോർട്ട് റെഡിയാക്കും. ഈ റിപ്പോർട്ട് പിന്നെ കൺസേൺ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് പോയി അല്ലെങ്കിൽ പിന്നെ കൺസേൺ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പിന്നീടാണ് അക്കോർഡിംഗ് ടു ദ റിപ്പോർട്ട് FIR ചാർജ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇത് നല്ലൊരു ആശ്വാസമായിട്ടുള്ളൊരു ന്യൂസാണ് ഭർത്താക്കന്മാർക്ക്. കൂടുതലും ഈ സ്ത്രീകൾ പലപ്പോഴും ഭർത്താക്കന്മാരെ 498Aയിൽ നിങ്ങളെ കൊടുക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെ കൊടുക്കും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ഒരു ശീലമുണ്ട്. അതേപോലെ കള്ളക്കേസുകൾ ഫയൽ ചെയ്യുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഇത് കുറച്ച് വിഷമമുള്ള ന്യൂസാണ്, പക്ഷേ ഭർത്താക്കന്മാർക്ക് നല്ലൊരു ന്യൂസാണ്. അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം. യൂട്യൂബ് ചാനലുണ്ട് എനിക്ക്, അതും സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഗൈസ്.